ഒടുവിൽ ഗീനാകുമാരിക്ക് കസേര തെറിച്ചു. പകരം വന്നിരിക്കുന്നത് ഒരൊന്നൊന്നര പുലി തന്നെയാണ്. സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളെ രക്ഷിക്കാൻ വേണ്ടി കേസ് ഡയറി പോലും നോക്കാതെ 13 കാരണങ്ങളുമായി വന്ന് പോലീസിനെ തള്ളിപ്പറഞ്ഞ് കോടതിയിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ എനിക്ക് എതിർപ്പില്ല സാറേ എന്ന് നട്ടലില്ലാതെ വിളിച്ചു പറഞ്ഞ് ആ CPM വനിതാ നേതാവിന് ഒടുവിൽ നല്ല ഉഗ്രം പണിയാണ് കൊടുത്തത്. പകരം വന്നിരിക്കുന്നത് വെറുമൊരു വക്കീലല്ല, തിരുവനന്തപുരം കോടതികളെ വിറപ്പിക്കുന്ന ഒന്നാം തരം പുലിയാണ്. കല്ലുവാതുക്കൽ മദ്യദുരന്തം മുതൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരുടെ ദുബായ് തട്ടിപ്പുകൾ വരെ പൊളിച്ചടുക്കിയ സാക്ഷാൽ സന്തോഷ് കുമാർ ഇനി കളി മാറും. CPM ഗുണ്ടകൾ പെടും. ആരാണ് ഈ സന്തോഷ് കുമാർ? എന്താണ് തിരുവനന്തപുരത്ത് അണിയറയിൽ നടന്ന ആ വമ്പൻ അട്ടിമറി? ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോന്നായി പുറത്തുവിടുന്നത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു കുറ്റകൃത്യത്തിന് ഇരയായാൽ അവന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് അവിടെ ഒരു ക്രൈം നടക്കുന്നത്. അങ്ങനെ ഇരയാക്കപ്പെടുന്ന പൗരന് വേണ്ടി അഥവാ വാദിക്ക് വേണ്ടി കോടതിയിൽ പൊരുതാൻ സർക്കാർ സ്വന്തം ചെലവിൽ നിയമിക്കുന്ന ആളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ പ്രോസിക്യൂട്ടർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും വലിയ വലിയ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് നമ്മൾ പൊതുജനങ്ങളാണ്. നമ്മുടെ നികുതിപ്പണത്തു നിന്നാണ് ഇവരുടെ ശമ്പളമൊക്കെ പോകുന്നത്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടിൽ നിന്നല്ല. അപ്പോൾ ഒരു പ്രോസിക്യൂട്ടറുടെ ബാധ്യത എപ്പോഴും ഇരയോടും അന്വേഷണം നടത്തുന്ന പോലീസിനോടും നിയമത്തോടും മാത്രമായിരിക്കണം. ഇവിടെയാണ് ഗീനാകുമാരി എന്ന CPM വനിതാ നേതാവ് താനിരുന്ന കസേരയോടും ആ നാടിനോടും അങ്ങേയറ്റത്തെ വഞ്ചന കാണിച്ചത്. ഗീനാകുമാരി ഒരു സ്വതന്ത്ര അഭിഭാഷകയല്ല. അവർ തിരുവനന്തപുരം ജില്ലാ ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. 2016 മുതൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാരിന്റെ തണലിൽ ഈ പദവിയിൽ സുഖമായിരിക്കുന്ന ഒരു വ്യക്തി. സർക്കാർ ഒരു കേസെടുത്ത പോലീസിനും ഇരയ്ക്കും അനുകൂലമായി കോടതിയിൽ സിംഹത്തെപ്പോലെ ഗർജിക്കേണ്ട ആളാണ് ഇവർ. പക്ഷേ പാർട്ടി ബോധം തലയ്ക്ക് പിടിച്ചപ്പോൾ ഇവർ മറന്നുപോയത് സ്വന്തം പദവിയുടെ ധാർമ്മികതയാണ്. ഒരു പക്ക കമ്മിയുടെ സ്വഭാവമാണ് അവിടെ കാണിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേന്ദ്ര ഏജൻസികളായി ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ഒരു സുപ്രധാന കേസന്വേഷണത്തിന് എത്തിയതായിരുന്നു. അറിയാമല്ലോ ഏതന്വേഷണമാണെന്ന്, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ അഴിമതിയും കള്ളപ്പണവും വെളിച്ചത്ത് കൊണ്ടുവരാൻ വന്ന കേന്ദ്ര ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ നടുറോഡിലിട്ട് വന്യമായി തല്ലിച്ചതച്ചു. മാഫിയ ശൈലിയിലുള്ള വമ്പൻ ആക്രമണമായിരുന്നു. അതിൻ്റെ വീഡിയോ തെളിവുകളടക്കം രംഗത്തുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ തല്ലിപ്പൊടിച്ചു. രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായതുകൊണ്ട് പോലീസ് കൃത്യമായി കേസെടുത്തു. ഈ കേസിൽ പ്രതികളായ പാർട്ടി ഗുണ്ടകൾക്കെതിരെ കോടതിയിൽ വാദിക്കേണ്ടത് ഗീനാകുമാരിയുടെ ഉത്തരവാദിത്തമായിരുന്നു. കേസ് അന്വേഷിക്കുന്ന പോലീസിന് കോടതിയിൽ വന്ന് വാദിക്കാൻ നിയമപരമായി കഴിയില്ല, അറിയാമല്ലോ. അതിനാണ് അവർ പ്രോസിക്യൂട്ടറെ റിപ്പോർട്ട് ഏൽപ്പിക്കുന്നത്. ഈ കേസിൽ പ്രതികളായ CPM ഗുണ്ടകളിൽ ഒരാൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഈ പ്രതിക്ക് എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് വ്യക്തമാക്കുന്ന 13 ശക്തമായ കാരണങ്ങൾ തുടങ്ങിയ റിപ്പോർട്ട് പ്രോസിക്യൂഷന് കൈമാറിയതാണ്. കൺമുന്നിൽ കൃത്യമായ തെളിവുകളുണ്ട്. പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിളിച്ചു പറയുന്നുമുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടം എന്താണെന്ന് പോലീസിനാണ് ഏറ്റവും നന്നായി അറിയാവുന്നത്. അതിനെ നിഷേധിക്കാൻ പ്രോസിക്യൂട്ടർക്ക് യാതൊരു അധികാരവുമില്ല. പക്ഷെ കോടതിയിൽ കേസ് വന്നപ്പോൾ ഗീനാകുമാരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണർന്നു കഴിഞ്ഞു. പ്രോസിക്യൂട്ടർ ഉറങ്ങിപ്പോയി. പോലീസ് നൽകിയ 13 കാരണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അവർ വലിച്ച് കുട്ടയിലിട്ടു. കേസ് ഡയറി ഒന്ന് നിവർത്തി നോക്കാൻ പോലും അവർ തയ്യാറായില്ല. കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് അവർ പറഞ്ഞത് എന്താണെന്നോ? പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് പ്രോസിക്യൂഷന് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല എന്ന്. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഗീനാകുമാരി. കോടതിക്ക് പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ലല്ലോ. പ്രതിക്ക് ഉടനടി ജാമ്യം അനുവദിച്ചു. പ്രോസിക്യൂഷൻ എതിർപ്പില്ലെങ്കിൽ പിന്നെ കോടതിക്ക് എന്താ വിഷയം? കോടതി വിധിന്യായത്തിൽ ജഡ്ജി കൃത്യമായി എഴുതി വെക്കുകയും ചെയ്തു. എന്തായാലും ഈ വിവരം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ പുകിലായി. പലരും ന്യായീകരണ തൊഴിലാളികളുമായി ഇറങ്ങിയിട്ടുണ്ട്. അതാരാണെന്ന് അറിയാമല്ലോ? ഗീനാകുമാരിയുടെ സ്വന്തം ആളുകളാണ്. ചെങ്കൊടിയേന്തിയ കരങ്ങളാണ്. അയ്യോ, ജാമ്യം എന്നത് ഒരു പൗരന്റെ അവകാശമല്ലേ, അതിൽ പ്രോസിക്യൂട്ടർ എന്താ ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് എന്തൊരു പ്രഹസനമാണ് സഖാക്കളെ ഇത്. ഈ ബെയിൽ റൈറ്റ് എന്ന മഹത്തായ വികാരമൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ ഈ സഖാക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ ഏവരെയും തിരഞ്ഞു പിടിച്ച് ഇല്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തി കള്ളക്കേസുകളെടുത്ത് ജയിലിലടയ്ക്കാൻ നോക്കിയപ്പോൾ ഇതേ ഗീനാകുമാരി കോടതികളിൽ മണിക്കൂറുകളോളം നിന്ന് ജാമ്യം കൊടുക്കരുതെന്ന് വാശി പിടിച്ചിട്ടുണ്ട്. ഒരു സാധാരണ കേസിൽ പോലും ജാമ്യം നൽകാതെ മാസങ്ങളോളം ജയിലിലിടാൻ നോക്കുന്ന ഇതേ പ്രോസിക്യൂഷനാണ് ഇക്കാര്യത്തിൽ ഇത്രത്തോളം
എന്താ പറയുക, വിനീതയാകുന്നത്, മനസാക്ഷിയുള്ളൊരു മനുഷ്യനാകുന്നത്. ED ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച വധശ്രമ കേസിലെ ഒന്നാന്തരം പ്രതികൾക്ക് പച്ചക്കൊടി കാണിച്ചു കൊടുത്തത് ഇവിടെയാണ് ഗീനാകുമാരി നീതിയെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് എന്ന് വ്യക്തമാക്കുന്നത്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ വിശ്വസിച്ച് ഈ നാട്ടിൽ ഇനി ആരെങ്കിലും കേസ് ഏൽപ്പിക്കോ? സ്വന്തം ശമ്പളം തരുന്ന സർക്കാരിനെ തന്നെ കോടതിയിൽ ഒറ്റുകൊടുത്ത ആളാണ്. നാളെ ഒരു സ്വകാര്യ വ്യക്തി ഇവരെ വക്കാലത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, എതിർകക്ഷിയിൽ നിന്ന് 4 കാശ് കിട്ടിക്കഴിഞ്ഞാൽ കക്ഷിയെ തന്നെ കോടതിയിൽ ഇവർ വിറ്റ് കാശാക്കും. അത്തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷനാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടോ, ഈ പേരും ഈ മുഖവും ഓർത്ത് വെച്ചോളൂ. പക്ഷെ കളി എന്തായാലും അവിടെയൊന്നും തീർന്നില്ല. സംഗതി നാണക്കേടാണെന്നും കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച കേസ് ഒതുക്കാൻ നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്നും പണി പാളുമെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൃത്യമായി മനസ്സിലാക്കി. നാണക്കേട് മാറ്റാൻ ഒടുവിൽ സർക്കാർ ആ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തി. ഗീനാകുമാരിയെ ഉടനടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്നും തെറിപ്പിച്ചു. 10 വർഷത്തെ അവരുടെ അപ്രമാദിത്വമാണ് ഒരൊറ്റ ഉത്തരവിലൂടെ അവിടെ അവസാനിച്ചത്. ഗീനാകുമാരിക്ക് ജോലി പോയി. അതായത് നിലവിൽ പുതിയ ജില്ലാ ഗവൺമെൻറ് പ്ലീഡറെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ താൽക്കാലിക ചുമതല അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഷാജി എന്ന അഭിഭാഷകനാണ് നൽകിയിരിക്കുന്നത്. ഇദ്ദേഹവും CPM നോമിനിയാണ്. എന്നാൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ ഇതിലൊരു വലിയ കളി കളിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക കേസ് നടത്താൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനായിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രധാനമായ കേസുകളിലാണ് ഇത്തരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയൊക്കെ വെക്കാറുള്ളത്. അവർ പേരും പ്രശസ്തിയും തലയെടുപ്പും ഉള്ള, കോടതിയിൽ കേസ് വാദിച്ച് ജയിച്ച് മാത്രം ട്രാക്ക് റെക്കോർഡുള്ള സീനിയർ അഭിഭാഷകരായിരിക്കും. അങ്ങനെ ഈ കേസിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ ഇടയിലെ സിംഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ സന്തോഷ് കുമാറാണ്. സന്തോഷ് കുമാർ വെറും ഒരു ചെറിയ മീനല്ല, ഒന്നാന്തരം സ്രാവ് തന്നെയാണ്, വമ്പൻ സ്രാവ് എന്നൊക്കെ പറയുന്നത് പോലെ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രതിയും ഒന്ന് ഭയക്കും. കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ്, ചെറിയതുറ വെടിവെപ്പ് കേസ് തുടങ്ങിയ നിർണായകമായ പല കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത സീനിയർ അഭിഭാഷകനാണ് ഇദ്ദേഹം. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇതേ തസ്തികയിലിരുന്ന് തിളങ്ങിയ വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ പല സുപ്രധാന കേസുകളിലും വാദിച്ചതും ഇദ്ദേഹം തന്നെയാണ്. വാദിച്ച് വിജയം നേടിയ ചരിത്രമാണ് സന്തോഷ് കുമാറിനുള്ളത്. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ VS അച്യുതാനന്ദനെതിരെ കൊടുത്ത മാനനഷ്ട കേസിൽ അനുകൂലമായി വിധി വാങ്ങിയതും ഇതേ സന്തോഷ് കുമാർ തന്നെയാണ്. ഈ സന്തോഷ് കുമാറിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കാൻ മറ്റൊരു രസകരമായ കഥ കൂടി പറയാം. കേരളത്തിൽ വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ടർ ചാനൽ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചാനൽ മുതലാളിമാർ റിപ്പോർട്ടർ ചാനലിലെ ഒരു മുഖം മൂടിയാക്കി വെച്ചുകൊണ്ട് പുറത്ത് വമ്പൻ തട്ടിപ്പുകളാണ് നടത്തുന്നത്. അങ്ങനെ ഒരിക്കൽ ഇവർ എറണാകുളത്തുള്ള പ്രശസ്തമായ ഹോളിഡേ ഇൻ ഹോട്ടൽ തട്ടിയെടുക്കാൻ വലിയൊരു പ്ലാൻ ഇട്ടു. ഇതിനു വേണ്ടി ദുബായിൽ പോയി അവിടുത്തെ വമ്പൻ മുതലാളിമാരെയൊക്കെ കണ്ട് സംസാരിച്ച് അവരുടെ കണ്ണിൽ പൊടിയിട്ട് ഹോട്ടൽ സ്വന്തമാക്കാൻ ഇവർ നീക്കങ്ങൾ നടത്തി. എന്നാൽ റിപ്പോർട്ടർ മുതലാളിമാരുടെ തട്ടിപ്പ് പശ്ചാത്തലം ദുബായിലെ ആ വലിയ കമ്പനിയുടെ സിഇഒക്ക് എങ്ങനെയോ മണത്ത് കിട്ടി. അദ്ദേഹം അതീവ ജാഗ്രതയോടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. റിപ്പോർട്ടർ മുതലാളിമാരുടെ തട്ടിപ്പ് ബുദ്ധിയെ പൂട്ടാൻ തക്കവണ്ണം ശക്തമായൊരു ലീഗൽ എഗ്രിമെന്റ് വേണം. അതിനായി ആ കമ്പനി സമീപിച്ചത് ഈ തിരുവനന്തപുരത്തെ ഇതേ സന്തോഷ് കുമാറിനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സന്തോഷ് കുമാറിൻ്റേത്. സന്തോഷ് കുമാർ തൻ്റെ നിയമബുദ്ധി മുഴുവൻ ഉപയോഗിച്ച് ഒരു പഴുതുമില്ലാത്ത വജ്രായുധം പോലെയുള്ളൊരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കി നൽകിയത്. ആ എഗ്രിമെൻറ്റിൻ്റെ കരുത്തിലാണ് അന്ന് റിപ്പോർട്ടർ മുതലാളിമാർക്ക് ആ വമ്പൻ ഇടപാടിൽ ഒരു രൂപയുടെ പോലും തട്ടിപ്പ് സാധിക്കാതെ പോയത്. അത്രയ്ക്ക് ബുദ്ധികൂർമ്മതയുള്ള, നിയമത്തിൻ്റെ ഓരോ വരികൾക്കിടയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന അതിപ്രഗത്ഭനായ അഭിഭാഷകനാണ് സന്തോഷ് കുമാർ എന്നേ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഏതായാലും ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.